നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഫുട്ബോൾ പ്രേമികൾ ഏറെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഈ ഫൈനൽ മത്സരത്തിൽ ഗോൾ കീപ്പർമാർക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഗോൾ കീപ്പർമാരെ രണ്ടുപേരെയും താരതമ്യം ചെയ്തുകൊണ്ട് സ്പാനിഷ് മാധ്യമം, കാറ്റലൻ മാധ്യമം ഓണ്ടോ ഡിപ്പോർട്ടിവോ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. അതിലുള്ളൊരു പ്രയോഗം അതത്രയങ്ങ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റക്കയ്യൻ എമി, ഡിബു ദി ഒണാമഡ് മാൻ എന്നാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദി വോൾ ഉനായ് സിമോൺ. ഉനായ് സിമോൺ വൻമതിലാണ്. എമിലിയാനോ മാർട്ടിനസോ ഒറ്റക്കൈ കൊണ്ട് നിൽക്കുന്നവൻ. നമുക്കറിയാം അതിൻ്റെ ഒരു കാരണം. എമി മാർട്ടിനസിന് കൈവിരലിന് പൊട്ടലുണ്ട്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് നടന്ന ക്ലബ്ബ് മത്സരത്തിൽ സംഭവിച്ചതാണ്. അദ്ദേഹം കൺസൾട്ട് ചെയ്ത ഡോക്ടർമാരൊക്കെ സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വേദന സഹിച്ചുകൊണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. സർജറിക്ക് പോയാൽ വേൾഡ് കപ്പ് മിസ്സാവും. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രയോഗം എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സമയം ഗോള് വഴങ്ങിയതിൻ്റെ കണക്കൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ വിലയിരുത്തുന്നത്. ഉനായ് സിമോൺ 7 കളികളിൽ നിന്ന് വഴങ്ങിയത് ഒറ്റ ഗോളാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. എമി മാർട്ടിനസ് 7 കളികളിൽ നിന്ന് വഴങ്ങിയത് 7 ഗോളുകളാണ്. സിമോൺ 1 ഗോള്, എമി 7 ഗോള്. അത് വെച്ചാണ് അവർ ഈ വ്യത്യാസം എടുത്തു പറയുന്നത്. ഇത് അർജൻറ്റീന ദേശീയ ടീമിൻ്റെ ക്യാമ്പിലേക്ക് എമി മാർട്ടിനസ് എത്തിയിട്ട് ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നോക്കൗട്ട് സ്റ്റേജ് മുതലാണ് ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നത്. അതായത് കോൺടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കൺസൾട്ട് ചെയ്ത ഡോക്ടർമാരൊക്കെ, അത് ഇംഗ്ലണ്ടിലെ ഡോക്ടർമാരാണെങ്കിലും US ഡോക്ടർമാരാണെങ്കിലും ഒക്കെ അദ്ദേഹത്തോട് ശസ്ത്രക്രിയ വേണം, സർജറി വേണം എന്നാവശ്യപ്പെട്ടതായിട്ട് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കളി തുടക്കത്തിൽ, വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ ഞാൻ ഒറ്റക്കൈ കൊണ്ടാണ് ഡൈവൊക്കെ ചെയ്തിരുന്നത്, തടയാൻ വേണ്ടി നോക്കിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ഐ വാസ് മിസ്സിങ് ആൻ ആം. ഒരു കൈ ഇല്ലാത്തവനെ പോലെയാണ് ഞാൻ കളിച്ചതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒറ്റക്കയ്യൻ പ്രയോഗം വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, സെപ്പറേറ്റ്ലി അദ്ദേഹം ട്രെയിൻ ചെയ്തു, കോണ്ടാക്റ്റ് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഇങ്ങനെ ഈ ഒരു കൈക്ക് പരിക്കുള്ള ഒരാളെ എങ്ങനെ ടീമിൽ എടുത്തു ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, കോച്ച് എന്നെ വിളിച്ചു, സ്കലൂനിനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ റിക്കവറിക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്, ഞാനാണ് അദ്ദേഹത്തിൻ്റെ ടീമിലെ ഗോൾ കീപ്പർ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അവിടെ നിന്നാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഖത്തറിലുണ്ടായിരുന്ന അതേ സ്പോട്ട്ലൈറ്റിൽ ഇപ്പോൾ എമി മാർട്ടിനസിന് ഇല്ല. നമുക്കറിയാലോ, അദ്ദേഹം കളിക്കളത്തിലൊരു ഹീറോ ആയിരുന്നു. സെലിബ്രേഷൻ സമയത്ത് ഷോമാനായിരുന്നു ഖത്തറിൽ. ഇഞ്ചുറി അദ്ദേഹത്തെ പക്ഷേ മറ്റു മേഖലകളിൽ ഇമ്പ്രൂവ് ആവാൻ സഹായിച്ചു എന്നാണ് എമിയുടെ ഒരു പ്രതികരണം വന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫുട് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒന്നുകൂടി ഇമ്പ്രൂവ് ആവാൻ ഈ ഒരു ഇഞ്ചുറി സഹായകരമായിട്ടുണ്ട് എന്നാണ് എമി മാർട്ടിനസ് പറയുന്നത്. അതുപോലെ തന്നെ എമി പറയുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് എനിക്ക് ഇപ്പം ഈ ഒരു പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ടീമിനായിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എവിടെയോ ചില പ്രശ്നങ്ങളില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. എമി മാർട്ടിനസ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ഇനിയും ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ഈ വേൾഡ് കപ്പിൽ എന്ന് എനിക്കറിയാം എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഐ ഹാവ് ദി സ്പിരിറ്റ്. എൻ്റെ നെയ്ബർഹുഡിൽ ഞാൻ കളിച്ചിരുന്ന കാലത്ത്, എൻ്റെ കുഞ്ഞുനാളിൽ കളിച്ചിരുന്ന കാലത്ത് നെയ്ബർഹുഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് അതെൻ്റെ ബ്ലഡിലുണ്ട്. അതനുസരിച്ച് ഞാൻ പോരാടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 5 കൺസിക്യൂട്ടീവ് ഫൈനലുകളിലേക്ക് ടീമിനെ എത്തിച്ചില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അത് പറയുന്നത് കോപ്പ അമേരിക്കയും ഫൈനലിസിമയും വേൾഡ് കപ്പും, വീണ്ടും ഒരു കോപ്പ അമേരിക്കയും ഇപ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പ് ഫൈനലുമാണ്. അതാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ ഉനായ് സിമോണിനെ ഇതേ സ്പാനിഷ് മാധ്യമം വിലയിരുത്തുന്നത് ഒരു വൻമതിലായിട്ടാണ്. ഒറ്റ ഗോൾ മാത്രമേ 7 കളികളിൽ നിന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഗോൾ കീപ്പർ എന്ന നിലയിൽ വളരെ ഫ്യൂവസ്റ്റ് ഗോൾസ് ഈ ഒരു വേൾഡ് കപ്പിൽ വഴങ്ങിയ ഗോളിയാണ് അദ്ദേഹം. പക്ഷെ അത് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ പരിഭവം.
അദ്ദേഹം പറഞ്ഞു സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ അറ്റാക്കിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ഷോട്ടുകൾ മാത്രമേ ഗോൾ കീപ്പറുടെ നേരെ വരുന്നുള്ളൂ. അദ്ദേഹമാണെങ്കിൽ വളരെ കാം ആൻഡ് സ്റ്റൂഡിയസ് ടൈപ്പാണ് എന്നുകൂടി അവർ വിലയിരുത്തുന്നു. ത്രൂ ഔട്ട് ദി വേൾഡ് കപ്പിൽ ഉനായി 14 സേവുകളാണ് ആകെ നടത്തിയത്. ഗോൾഡൻ ഗ്ലൗ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ ഫോട്ടോഗ്രാഫുകളൊക്കെ നമ്മൾ കാണുമ്പോൾ മറ്റു ഗോൾ കീപ്പർമാർ കിടിലൻ സേവുകൾ നടത്തുന്നതും മറ്റുമൊക്കെ കാണാം. പക്ഷേ ഉനായിയുടെ കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും സെക്കൻഡറി റോളാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ അൺനോട്ടീസ് ചെയ്യുന്നു. അദ്ദേഹം തന്നെ ജോലി ചെയ്യുക, പോവുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ ഗോൾ കീപ്പർ സ്പാനിഷ് ദേശീയ ടീമിൽ അത്ര വലിയ ഒരു പ്രാധാന്യം അദ്ദേഹം സ്വയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും കമൻറ്റുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ഗോളൊന്നും വരാത്തത് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ഡിഫൻസിൻ്റെ മെറിറ്റ് കൊണ്ടാണ് എന്നുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ കണ്ടുകൊള്ളണം എന്നില്ല. ദിബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഖത്തറിൽ അർജന്റീനയുടെ ഹീറോ ആയിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ അദ്ദേഹം മികവ് കാണിച്ചു. നെതർലൻഡ്സിനെതിരെ 3 സേവുകൾ അദ്ദേഹം നടത്തി. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും അദ്ദേഹത്തിൻ്റെ വക ഒരു സേവ് ഉണ്ടായിരുന്നു. ആ ദിബു പക്ഷേ ഇപ്പോൾ വരുമ്പോൾ പരിക്കും അതുപോലെ ഫോം ഡിപ്പും ഒക്കെ അദ്ദേഹത്തെ വലക്കുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ ഉള്ള മുണ്ടോ ഡിപ്പോർട്ടിവോ വിലയിരുത്തുന്നുണ്ട്. ഉനായിയുടെ കാര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും വളരെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വേൾഡ് കപ്പോട് കൂടി താൻ വിരമിക്കും എന്നുകൂടി ഉനായി പറയുന്ന കാര്യം അവരെടുത്ത് പറയുന്നു. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഉനായി സിമോണാണ് മികച്ചത് എന്നുള്ളതാണ് അവരിപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, 7 ഗോളുകളൊക്കെ വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ അർജന്റീനയുടെ ഡിഫൻസും അതേസമയം മറുഭാഗത്ത് സ്പെയിൻ്റെ ഡിഫൻസ് കളിക്കുന്ന കളിയും കൂടി നോക്കിയാൽ ഇതിൽ വലിയ ഒരു അത്ഭുതമൊന്നുമില്ല. അതേസമയം ഇന്ന് എങ്ങനെ ഹുലിയൻ അൽവാരസ്, എൻസോ ഫെർണാണ്ടസ്, ലൗത്തറോ മാർട്ടിനസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടാണെങ്കിൽ അങ്ങനെ എല്ലാറ്റിനും അപ്പുറം ലിയോ മെസ്സി അവരുടെ ഷോട്ടുകളോട് എങ്ങനെ ഉനായി സിമോൺ പ്രതികരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.